കണ്ടില്ലേ നിങ്ങൾ ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനുഭാവനാണ്. സ്വഹാബത്തിനെ കണ്ട് ജീവിതം ശീലമാക്കിയ മഹാനാണ്. ഏറ്റവും വലിയ ഇമാമാണ്. ലോകത്തിന്ന് ലോകതലത്തിൽ ഏറ്റവും മദ്ഹബുള്ളത് ഹനഫി മദ്ഹബാണ്. ലോകത്തിൽ ഏറ്റവും അംഗങ്ങളുള്ള മദ്ഹബും ഹനഫി മദ്ഹബിലാണ്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി നല്ലൊരു മദ്യപാനിയായിരുന്നു. എന്നും അയാൾ കുടിക്കും. കുടിച്ചിട്ട് വീട്ടിലെത്തിയാൽ അങ്ങനെ പാട്ടുപാടും. അലാഊനി വഅയ്യു ഫതൻ അലാഊ ലിയൗമി കരീഹത്തിൻ വസിദാദി തഗ്രീ. അങ്ങനെ പാടും കുറേ നേരം. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം ഇമാം അവർകൾ വീട്ടിലെത്തിയപ്പോൾ പാട്ട് കേൾക്കാറില്ല. സാധാരണ പാട്ടങ്ങനെ കേൾക്കാറുണ്ട്. ഒരു ദിവസം പാട്ട് കേൾക്കുന്നില്ല. ഭാര്യയോട് ചോദിച്ചു, എന്നാ ഇന്നെന്താ പാട്ടൊന്നുമില്ലല്ലോ? ഭാര്യ പറഞ്ഞു, പാട്ടോ? ഇന്ന് പകല് വന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. നമ്മുടെ അയൽവാസിയെ കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന സമയത്തും അയാൾ മതോന്മത്തനാണ്. മദ്യപിച്ച് മസ്ത് ആയിട്ടാണ് വീട്ടിൽ വന്ന് ശല്യം ചെയ്തിട്ട് വീട്ടുകാർ പരാതിപ്പെട്ടു. അങ്ങനെ അറസ്റ്റ് ചെയ്തു. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രിയിൽ തന്നെ നേരെ പോകുന്നു ജയിലിലേക്ക് പോകുന്നു. സഹോദരങ്ങളെ, മഹാനവർകൾ വാഹനപ്പുറത്ത് ജയിലിന്റെ അകത്തേക്ക് അങ്ങെത്തിയപ്പോ ജയിൽ സൂപ്രണ്ട് ജയിലിൽ നിന്ന് ഓടി വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഉസ്താദേ, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരൂലേ? എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ. ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത്, എൻ്റെ ഒരു അയൽക്കാരനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. കുറേയായി ഞാൻ അവനോട് സംസാരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമം നടത്താറുണ്ട്, ആളെ കിട്ടാറില്ല. ഇപ്പൊ ഏതായാലും ഒരു ശ്രമം നടത്തി നോക്കാം, ഞാനൊന്ന് സംസാരിക്കട്ടെ. അല്ലാതെ എന്താ കരുതിയത്? ആ മദ്യപാനിക്ക് റെക്കമെൻഡ് ചെയ്ത് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടേതാണോ? അല്ല, അതൊരു ദാവത്തിന്റെ മാർഗമാണ്, പ്രബോധനത്തിന്റെ ഒരു ശൈലിയാണ്. ഉപദേശിക്കാൻ ഒരുപാട് അവസരം നോക്കിയിട്ടുണ്ട്, പക്ഷെ ആളെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഏതായാലും ആളവിടെ ഉണ്ടല്ലോ, ഇപ്പൊ കിട്ടുമല്ലോ, ഒന്ന് സംസാരിച്ചു നോക്കാലോ. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഓ അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു, ഇനി സ്വസ്ഥമായിട്ട് ഇവിടെ ഉറങ്ങാം, ഇനി ഒച്ചപ്പാടൊന്നും ഉണ്ടാകൂല. നമുക്കുള്ള സ്വസ്ഥത അങ്ങനെ, നമ്മളെ സ്വന്തം കാര്യം. അയാൾ എങ്ങനെ ആയി എന്നൊന്ന് ചിന്തിച്ച് ഒന്ന് പതുക്കെ ആരും അറിയാതെ ഒന്ന് സീക്രട്ടായിട്ട് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോവുക. അതിനിപ്പോൾ ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുപോയിക്കോട്ടെ. അവിടെ പോയി നല്ലൊരു മുന്തിരി ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ ഒന്ന് സംസാരിച്ച് അയാളെ വിഷമങ്ങൾ അറിഞ്ഞ്, അപ്പം അയാൾ അങ്ങനെ പഴയ കാല അവസ്ഥകൾ പറയും. ഉസ്താദേ, അല്ല സുഹൃത്തെ, ഞാൻ എങ്ങനെയായെന്നറിയോ? മുമ്പ് ഒരു ടീമിൻ്റെ കൂടെ ജോലിക്ക് പോയി, അന്ന് നല്ല ശമ്പളം കിട്ടിയത്. അവരൊക്കെ ഏകദേശം ഇങ്ങനെ കുടിക്കുന്നവരാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നിന്നു. പിന്നെ ഞാനൊന്നിങ്ങനെ ചെറിയ നിലക്ക് ടേസ്റ്റ് നോക്കി. പിന്നെ ഞാൻ അതിന് അടിമപ്പെട്ടു. പിന്നെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ മാർഗം പറഞ്ഞുതരാം. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും സാല വിഷയാക്കണ്ട, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. അതെങ്ങനെ? എൻ്റെ കൂടെ ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ. അപ്പോൾ നല്ല ചേഞ്ചാണ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ മറുപക്ഷത്തിൽ ഇവിടെ ആരും കുടിക്കുന്നവരില്ല. ഇവരെ കൂട്ടത്തിൽ കൊണ്ടുവന്നു ജോലി എടുക്കുന്നതിനിടെ ഒരാൾ പറയും, എനിക്കൊന്ന് കിട്ടാഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇടങ്ങേറുണ്ട്. അതൊക്കെ പറഞ്ഞോട്ടെ, അതിലൊന്നും ഒഴിവാക്കാൻ പാടില്ല. ആളങ്ങനെ കുറച്ചിങ്ങോട്ട് ചാലുവായി വന്ന് പിന്നെ ആൾ ഉഷാറായി. പിന്നെ ആ സംഗതിയോട് ഈ മനുഷ്യന് വെറുപ്പ്. കാരണം അയാൾ നന്നാകണം എന്ന അവസ്ഥയിൽ കൂട്ടുകാരൻ കൊണ്ടുവന്ന് നല്ല വാസനകളുമായി അടുപ്പിച്ച് അയാളെ കൽബതിലേക്ക് തുറന്നു കിട്ടിയപ്പോൾ ആ കൽബിൽ അല്ലാഹു തആല വെറുപ്പിട്ട് കൊടുക്കാൻ. മോശപ്പെട്ട പണിയാണ്. എത്ര ആൾക്കാരെയാണ് അടിച്ചു കൊല്ലുന്നത്, കുടുംബങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നില്ല. ഇതേ അവസ്ഥ തന്നെ നേരത്തെ നമ്മളിലുണ്ടായിരുന്നത് എന്ന് സ്വസ്ഥമായി ചിന്തിച്ച് മനസ്സിലാക്കി പിന്നെ തിരുത്തി. നമ്മൾ വേഗം എന്ത് പറയും? സമാധാനായി, പോലീസുകാർ കൊണ്ടുപോയി, ഞാൻ അവിടെ തന്നെ നിന്നാൽ മതിയെന്നു, അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊടുക്കാൻ കൊണ്ടുപോയാൽ മതിയെന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മളങ്ങനെ തീർക്കുന്നത്. ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, കുറേ ദിവസം ഞാൻ നോക്കിയിട്ടുണ്ട്, ആളെ കിട്ടിയിട്ടില്ല. ഏതായാലും ഒന്ന് വിളിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആരാ വന്നിരിക്കുന്നത് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പള്ളിയിലൊരു ഇമാമല്ല. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ആരാണ്? പിന്നാലെ നമ്മളൊന്ന് നടന്നാൽ ആ കാറ്റ് തട്ടിയാൽ നമ്മളെ കൽബ് നന്നാകും. അവരെ പറയുന്ന ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ പിന്നാലെ ഒന്ന് നടന്നിട്ട് അവരെ കാറ്റ് തട്ടിയാൽ സഹോദരങ്ങളെ നമ്മളെ കൽബ് വെളിച്ചമാകും. അത്തരത്തിൽ ഈമാനും ഹിക്മത്തും കൊണ്ട് നിറഞ്ഞ ശരീരങ്ങളാണ്. ചെറിയൊരു മഹാനല്ല. ഇശാഇന് എടുത്ത വുളൂ കൊണ്ട് 40 കൊല്ലം
സുബ്ഹി വരെ നിസ്കരിച്ച മഹാനാണ്. ഇമാമുല്ലാദം അബൂ ഹനീഫ തങ്ങൾ ചെറിയ മഹാനാണോ? അല്ല, വലിയ മഹത്വമുള്ള മഹാനാണ്. അന്നത്തെ കാലത്തെ യുക്തിവാദികളൊക്കെ ബുദ്ധിജീവികളെന്ന് വന്ന് പറഞ്ഞ പലരെയും ഇൽമു കൊണ്ട് മഹാനവർകൾ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം വാദക്കാരന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിന് എതിരായിട്ട്. അവരൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇൽമങ്ങോട്ട് പറഞ്ഞിട്ട് അവരെ കൽബിലേക്ക് ആ ഇൽമ സമ്മതിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. എതിർത്തിട്ടല്ല, ശരിക്ക് ആശയം മനസ്സിലാക്കിയിട്ട്. അത്രമാത്രം വലിയ ഇൽമാണ് അബൂ ഹനീഫ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ ഇൽമിന്റെ ബഹറല്ല, വല്ലാത്ത മഹാനാണ്. ഈ ഇമാമുല്ലാദം അബൂ ഹനീഫ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ച് സംസാരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ഇമാമിന്റെ മുന്നിൽ വെച്ച്, അബൂ ഹനീഫ തങ്ങളെ മുന്നിൽ വെച്ച് പറയുന്നു, ഇനി ഒരു കാലത്തും ഞാൻ കുടിക്കൂല ഉസ്താദേ. ഞാനൊരു ദുർനിമിഷത്തിൽ അങ്ങനെ പെട്ടുപോയതാണ്. എന്റെ കൂട്ടുകാരും ഞാനും അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. എനിക്ക് അല്ലാഹു പുറത്തു തരൂലേ? നിനക്ക് അല്ലാഹു മാപ്പ് തരും. അല്ലാഹു പുറത്തു തരുന്നവനല്ലേ? അല്ലാഹു പുറത്തു തരാത്ത വല്ല വിഷയമുണ്ടോ? അല്ല വിട്ടുതരും. ഞാൻ ഇനി ഒരു കാലത്തും കുടിക്കൂലെന്ന് അബൂ ഹനീഫ തങ്ങളെ മുന്നിൽ വെച്ചാ പറയുന്നത്. പിന്നെ ആ സഹോദരൻ നന്നായി എന്ന് മാത്രമല്ല, അബൂ ഹനീഫ തങ്ങളെ ശിഷ്യനായി മാറി. ഇത് എന്നും മദ്യപാനിയായി ജീവിച്ചൊരു മനുഷ്യനെ അവര് മാറ്റിയത് വെറുപ്പിന്റെ ഭാഷ കൊണ്ടല്ല, അകറ്റി നിർത്തുന്ന ശൈലി കൊണ്ടല്ല, ആക്ഷേപത്തിന്റെ ശരവർഷം കൊണ്ടല്ല, നല്ല സുന്ദരമായ സമീപനം കൊണ്ടാണ്. അതാണ് മഹാന്മാരുടെ ഇസ്തിഖാമത്ത്. അവരെ കൽബ് ഇങ്ങനെ തെളിഞ്ഞാൽ മറ്റുള്ളവരും നന്നാകണം എന്നൊരു ചിന്തയാണ്. മറ്റുള്ളവർക്കും കിട്ടണം എന്ന ചിന്തയാണ്. അവർക്കും ഐശ്വര്യം വേണം, അവർക്കും ഖൈറ് വേണം, അവരെ മക്കളും നല്ലവരാകണം, അവരെ മക്കൾക്കും ജോലി വേണം, അവരെ കുടുംബത്തിനും ആഫിയത്ത് വേണം, അവരെ കുടുംബത്തിനും സന്തോഷം വേണം, അവർക്കും ഐശ്വര്യം വേണം. അങ്ങനെ ജീവിക്കുന്ന കൽബാണ് അവരെ കൽബ്. ഏതെങ്കിലും ഒരു സാധുവിനെ കണ്ടാൽ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിക്കും. ശരിക്കൊരു വസ്ത്രമൊന്നും ധരിക്കാത്തൊരു പാവത്തെ കണ്ട അടുത്തേക്ക് വിളിക്കും. നമ്മളോടൊരു പാവം വന്നിട്ട് ഒരു 10 രൂപ തരുമെന്ന് നോക്കുമ്പോ എവിടെ ചെന്നാലും വരെ ശല്യം തന്നെ. പോടുന്നു നാട്ടി നമ്മളാട്ടി. അല്ലാ, നമ്മളെ കയ്യിൽ അല്ല കൊടുക്കാൻ 10ന്റെ നോട്ട് എത്ര ചില്ലറാക്കി തന്നിട്ടുണ്ട്? കൊടുക്കില്ല. ഞാൻ അഥവാ ചോദിക്കുന്നു കരുതി അങ്ങനെ നോക്കിയിട്ടേ പോകുള്ളൂ. അങ്ങനെ നോക്കൂല, അങ്ങനെ നോക്കിയിട്ടേ പോകുള്ളൂ. അയാൾക്കൊരു 10 രൂപ നമ്മൾ കൊടുത്ത് നല്ല മനസ്സോടെ ഇടണമെങ്കിൽ ആ 10 രൂപ കൊണ്ട് അയാളൊന്ന് നന്നായാലോ, ഒന്ന് മാറിയാലോ? അങ്ങനെ മാറൂലെന്നുണ്ടോ? മാറും. എത്ര ആൾക്കാരങ്ങനെ മാറിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് ഇടക്കിടക്ക് ഒരു പെണ്ണ് വർത്തമാനത്തിന് വരും. ഉമ്മമാരൊക്കെ അങ്ങനെ ലാലുവൊക്കെ വീട്ടിലൊക്കെ വർത്തമാനത്തിന് പോകുമല്ലോ. വർത്തമാനത്തിന് വരും ഒരു പെണ്ണെന്നും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ ആ പെണ്ണിനോട് കൂടുതൽ വർത്തമാനം പറയണ്ടെന്ന് പറഞ്ഞ ആയിഷ ബീവിനോട്. ആ പെണ്ണ് നരകത്തിലേക്ക് പേരെഴുതപ്പെട്ട പെണ്ണാണ്. അതുകൊണ്ട് ആ പെണ്ണിന് തൽക്കാലം എന്തെങ്കിലും കൊടുത്ത് പിരിച്ചുവിടാൻ പറയുന്നു. ആ പെണ്ണിന് ദുസ്വഭാവം കൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു, ആ പെണ്ണ് അത്ര നല്ല പെണ്ണല്ല, അതുകൊണ്ട് നിങ്ങൾ വേഗം എന്തെങ്കിലും കൊടുത്ത് പിരിച്ചുവിട്ടാളിന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോകുന്ന സമയത്ത് ഒരു 2 ദീനാർ കൊടുത്ത് പൊയ്ക്കോളിന്ന് പറഞ്ഞു. സംസാരമൊക്കെ നിർത്തി അവിടുന്ന് പിരിഞ്ഞു. ഈ പെണ്ണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ പെണ്ണിനെ വേറൊരു ഭിക്ഷക്കാരൻ സമീപിച്ച് എന്തെങ്കിലും തരുമെന്ന് വെച്ചു. എന്തെങ്കിലും തരുമോ? ആര്? ഈ ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പെണ്ണിനോട് എന്തെങ്കിലും തരുമോ? ആ പെണ്ണ് കിട്ടിയ 2 ദീനാർ അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ ആ പെണ്ണിനെ അള്ളാഹു അങ്ങ് സ്വീകരിച്ചു. നേരത്തെ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമതും വന്നിട്ട് പറയാണ്, നബിയേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ ദുസ്വഭാവങ്ങൾ അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ, തിരിച്ചു വിളിക്കണമെങ്കിൽ തിരിച്ചു വിളിച്ചോളൂ. നീ ഒരു ഭിക്ഷക്കാരന് നല്ല മനസ്സോടെ ഒരു 10 രൂപ കൊടുത്തു. ആ 10 രൂപ അയാളെക്കാളും വിഷമിക്കുന്ന ഒരാൾക്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭിക്ഷക്കാരനുള്ള ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നീ കൊടുത്ത സ്വതക്ക നല്ല നീയത്തോടെ ആയതുകൊണ്ട്, അയാളത് നല്ല ആൾക്ക് മറ്റൊരാൾക്ക് കൈമാറിയത് കൊണ്ട് അയാളെ അള്ളാഹു അങ്ങ് നന്നാക്കിയാലോ? നിനക്ക് വല്ല കേടുണ്ടോ? നാ ഒരു 10 ഇല്ലെങ്കിൽ 5 കൊടുത്തൂടെ സുഹൃത്തേ? നമുക്കതിന് മടിയാണ്. ഒരു ഫക്കീർ മുന്നിലേക്ക് വരാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമാണ്.